എറണാകുളം ജില്ലയിലെ മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇന്നലെ വലിയ മഴ പെയ്തിരുന്നു. അപ്പോൾ കീർത്തിയാണ് നമ്മളോടൊപ്പം എറണാകുളത്ത് നിന്ന് ചേരുന്നത്. നോക്കാം എറണാകുളത്ത് എങ്ങനെയാണ് മഴ, മഴയുടെ ഒരു ശക്തി എന്തൊക്കെയാണെന്ന് നമുക്ക് കീർത്തിയോട് ചോദിക്കാം. കീർത്തി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. എങ്ങനെയുണ്ട് മഴ? അതിശക്തമായ മഴയാണ് ഇപ്പോഴും ഇവിടെ പെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പെയ്ത മഴ ഇതുവരെയും നിന്നിട്ടില്ല എന്ന് തന്നെ പറയണം. രാത്രിയൊക്കെ തന്നെ ശക്തമായ മഴ കൊച്ചി നഗരത്തിലുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാര്യമായ മഴ എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്നലെ പെയ്ത ഒരു മഴയിൽ വലിയ തരത്തിൽ തന്നെ വെള്ളക്കെട്ടാണ് പല ഭാഗങ്ങളിലും, പ്രധാനമായും ഇടറോഡുകളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഇപ്പോഴും വെള്ളം മാറാത്ത ഒരു സ്ഥിതിയാണുള്ളത്. പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ ഉണ്ട്. പനമ്പള്ളി നഗറിലും ഒപ്പം തന്നെ കുണ്ടന്നൂർ, ഇടപ്പള്ളി ഭാഗത്തൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായി. എന്നാൽ MG റോഡ്, കലൂരിലൊക്കെ നേരിയ തോതിലായിരുന്നു വെള്ളക്കെട്ട്. സാധാരണഗതിയിൽ ഒരു മഴ പെയ്താൽ വലിയ തരത്തിൽ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാകാറുള്ള കൊച്ചി നഗരത്തിലെ ഈ MG റോഡിലും കലൂരിലൊന്നും തന്നെ കാര്യമായ വെള്ളക്കെട്ടുണ്ടായില്ല. അത് ബ്രേക്ക് ത്രൂ പദ്ധതിയൊക്കെ തന്നെ പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ അവിടെയൊന്നും കാര്യമായ വെള്ളക്കെട്ടുണ്ടായില്ല. എങ്കിലും നേരിയ തോതിൽ വെള്ളക്കെട്ടുണ്ടായി. പല വ്യാപാര സ്ഥാപനങ്ങളിലും ിലും വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. അതൊക്കെ ഏറെ നാശനഷ്ടമാണ് വ്യാപാരികളൊക്കെ ഉണ്ടാക്കിയത്. ചെറുകടകളിലൊക്കെ തന്നെ വെള്ളം കയറി. ഇപ്പോഴും അവിടെ ആളുകൾ വെള്ളം മാറ്റാനുള്ള ശ്രമങ്ങൾ, രാത്രി ഒന്നും തന്നെ ആളുകൾ വീട്ടിലേക്ക് പോയില്ല. അവിടെ നിന്നും ആളുകൾ വെള്ളം മാറ്റാനുള്ള ശ്രമങ്ങളിലാണ്. ഗതാഗതവും രൂക്ഷമായിരുന്നു. ഇൻഫോ പാർക്കിന്റെ ഭാഗത്തും പ്രധാനമായും വെള്ളക്കെട്ടുണ്ടായി. അവിടെ പാർക്ക് ചെയ്തിരുന്ന ജീവനക്കാരുടെ വാഹനങ്ങൾ, സ്കൂട്ടറുകളൊക്കെ തന്നെ മുങ്ങിപ്പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. മനു, അങ്ങനെ വലിയ മഴ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ സാധിക്കുന്നുണ്ട്. ഇപ്പോഴും ശക്തമായ മഴ, രാത്രിയൊക്കെ തന്നെ മഴ നിന്നിട്ടില്ല. പലയിടങ്ങളിലും ഉണ്ടായത്. പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രധാനമായും ഈ ഇട റോഡുകളിലാണ് വെള്ളക്കെട്ട് തുടരുന്നത്. അവിടെ നിന്നും വെള്ളം ഇപ്പോഴും പോയിട്ടില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം മേയറും ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ മുല്ലശ്ശേരി കനാലിന്റെ നവീകരണമൊക്കെ നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ വെള്ളക്കെട്ട് രൂക്ഷമാകാനുള്ള ഒരു സ്ഥിതിയും കാണുന്നുണ്ട്. ഒപ്പം തന്നെ കാക്കനാട് ഭാഗത്തും ഈ ഇൻഫോ പാർക്ക് മേഖല കൂടാതെ കാക്കനാടിലെ മറ്റ് പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. അവിടെ മെട്രോയുടെ പണി നടക്കുന്നത് കൊണ്ടാണ്. മെട്രോയുടെ പണി പൂർത്തിയായിട്ടില്ല. അതൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ ഡ്രെയിനേജിന്റെ പ്രശ്നമുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവിടെ ഇപ്രാവശ്യം വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമാകുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും ഗതാഗത തടസ്സമൊക്കെ തന്നെ അതിരൂക്ഷമായ ദിവസം വൈകുന്നേരമൊക്കെ ജോലി കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് തന്നെ വെള്ളക്കെട്ട് ഈ പനമ്പള്ളി മറ്റ് ഒക്കെ അനുഭവപ്പെടുകയുണ്ടായി. ആളുകളുടെ വാഹനം നിന്നു പോവുകയും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത്രയും അധികം ഗതാഗത പ്രശ്നവും വെള്ളവും രൂക്ഷമായിരുന്നു. വാഹനം ഓഫ് വാഹനം വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. മനു, ഇപ്പോഴും മഴ തുടരുകയാണ്. റെഡ് അലർട്ടാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഉള്ളത്. മനു.